10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയ കൂട്ടുകാരെ, നമുക്കൊരു തെളിവെടുപ്പ് നടത്തിയാലോ? നമുക്ക് SLC പരീക്ഷയ്ക്കും മറ്റു പരീക്ഷകളിലുമെല്ലാം വളരെ അത്യാവശ്യം വരുന്ന ഏതാനും തെളിവുകളുണ്ട്, പ്രൂഫുകൾ. അത് നമ്മൾ ഭംഗിയായിട്ട് പഠിക്കണം. ആ പ്രൂഫുകൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ അതിൽ വന്നിരിക്കുന്ന ആശയം വളരെ ഭംഗിയോടെ മനസ്സിലാക്കേണ്ടതാണ്. കാരണം അത് അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഈ തെളിവുകൾ വളരെ എളുപ്പം നമുക്ക് പഠിക്കാം. 3-4 തെളിവുകൾ, പ്രൂഫുകൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചു പോകാവുന്നതാണ്. അതിൽ ആദ്യത്തേതാണ് ഞാനിപ്പോൾ പറയുന്നത്. ഈ തെളിവ് പ്രൂഫ് ഉപയോഗിച്ചുകൊണ്ടുള്ള കൺസ്ട്രക്ഷനും ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, എല്ലാവർക്കും മാത്തമാറ്റിക്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ പ്രോബ്ലത്തിന്റെ ചിത്രം ഇതാണ്. ടെക്സ്റ്റ് ബുക്ക് പേജ് 67 ഒന്നാമത്തെ ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 67, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിലെ ഫിഗറൊക്കെ നിങ്ങൾ കാണുക. ഇനി ചോദ്യം ഇതൊക്കെയാണ്. പ്രൂവ് ദാറ്റ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ APC ആൻഡ് ട്രയാങ്കിൾ PBD ആർ സെയിം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സെക്കൻഡ്, if PB is equal to PD, then ABDC is an isosceles trapezium. Third, prove that PA into PB is equal to PC into PD. ഇതാണ് നമുക്ക് 3 കാര്യങ്ങൾ ഇവിടെ തെളിയിക്കാനുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവരും ചിത്രം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. A circle is drawn. Then 2 chords AB and CD extended to join at an external point P. AB, CD എന്നീ ഞാണുകൾ നീട്ടി വരച്ച് വൃത്തത്തിന് പുറത്ത് P എന്ന ബിന്ദുവിൽ ഖണ്ഡിച്ചിരിക്കുന്നു. 2 chords AB and CD extended to meet at an external point P. Then 2 triangles are there. അവിടെ 2 triangles നമുക്ക് കിട്ടി, PBD and PAC. First question, we have to prove that angles of triangle APC and triangle PBD are same. അതാണ് നമ്മൾ ആദ്യമായിട്ട് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ചെയ്യാലോ, നോക്കാം. ഈ 2 ട്രയാങ്കിൾസിലെയും ആംഗിൾസ് ഈക്വൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ആദ്യം ആംഗിൾ CX എന്ന് പറഞ്ഞ് തുടങ്ങാം. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ എന്താണ്? ആംഗിൾ CX ആണെങ്കിൽ ആംഗിൾ B എന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. ഇത് 180 minus x. Then let angle A is equal to y. Angle A y ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ, അതായത് ആംഗിൾ D എത്രയായിരിക്കും? ആംഗിൾ D is equal to 180 minus y. 2 കാര്യങ്ങൾ കിട്ടിയാലോ. If angle AC is equal to x, then angle B is equal to 180 minus x. Angle AY, angle D is equal to 180 minus y. Cyclic quadrilateral theorem എന്ന് നിങ്ങൾ എഴുതണം. അപ്പോൾ in cyclic quadrilateral ABDC, if angle A is equal to y, angle D is equal to 180 minus y, angle C is equal to x, angle B is equal to 180 minus x. ഇനി ലീനിയർ പെയർ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ കാര്യമാണ്. ലീനിയർ പെയർ, ഈ ആംഗിൾ 180 മൈനസ് വൈ ആണെങ്കിൽ ഇപ്പോഴുള്ള ഈ ആംഗിൾ എത്ര? ഇവിടെയുള്ള ആംഗിൾ PDB എത്ര? ആംഗിൾ PDB ഇസ് ഈക്വൽ ടു 180 മൈനസ് 180 മൈനസ് വൈ, ദാറ്റ് ഈസ് വൈ അല്ലേ? അത് നമ്മൾ നേരത്തെ എഴുതിയതാണ്. 180 മൈനസ് 180 മൈനസ് ഈ ആംഗിൾ 180 മൈനസ് വൈ ആണെങ്കിൽ ഇത് എത്രയാണ്? 180 മൈനസ് 180 മൈനസ് വൈ. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ 180, ലീനിയർ പെയർ. അതിൽ ഒരാംഗിള് 180 മൈനസ് വൈ ആണെങ്കിൽ മറ്റേ ആംഗിൾ ആണ് 180 മൈനസ് 180 മൈനസ് വൈ. 180 മൈനസ് 180 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു വൈ. അതാണ് ഞാനിവിടെ എഴുതിയത്. ഇനി അതുപോലെ സിമിലർലി ഈ ആംഗിളോ, ആംഗിൾ ഏതാണ്? PBD. ആംഗിൾ PBD ഇസ് ഈക്വൽ ടു, ഇത് 180 മൈനസ് എക്സ് ആയതുകൊണ്ട് ഇത് എത്രയായിരിക്കും? എക്സ് ആയിരിക്കും. ഇത് എക്സ് കണ്ടോ. ഇനി ആംഗിൾ P കോമൺ ആണ്.
ഈ രണ്ട് ട്രയാങ്കിളിലും ഇതിലും ഉണ്ട് ചെറുതിലും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ രണ്ട് ട്രയാങ്കിൾസ് പറഞ്ഞു, പി എ സിയും പി ബി ഡിയും. ഈ രണ്ട് ട്രയാങ്കിൾസിലും ആംഗിൾ പി കോമൺ ആണ്. ട്രയാങ്കിൾ പി എ സിയും ട്രയാങ്കിൾ പി ഡി ബി, ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് ഈക്വൽ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ആംഗിൾ പി രണ്ടിലും കോമൺ, ആംഗിൾ എ വൈ, ആംഗിൾ സി എക്സ്, ഈ അകത്തെ ഈ പി ഡി ബിയില് ആംഗിൾ ബി എക്സ്, ആംഗിൾ ഡി വൈ. സോ വി proved that the angles of triangle APC and triangle PBD are same. First question answer ചെയ്തു. ഇനി സെക്കൻഡിലേക്ക് കിടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് പി ബി is equal to PD, if PB is equal to PD, then ABDC is an isosceles trapezium. അതാണ് അടുത്തായിട്ട് പ്രൂവ് ചെയ്യേണ്ടത്. If PB is equal to PD, ABDC is an isosceles trapezium. ഇപ്പോൾ ഇവിടെ നമുക്ക് പി എയും പി ബിയും ഈക്വൽ, അല്ലെങ്കിൽ പി ബിയും പി ഡിയും ഈക്വൽ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇഫ് പി ബി ഇസ് ഈക്വൽ ടു പി ഡി, പി ബിയും പി ഡിയും ഈക്വൽ എന്ന് പറഞ്ഞിരിക്കുന്നു. പി ബി ഇസ് ഈക്വൽ ടു പി ഡി. സോ ഈ ട്രയാങ്കിൾ പി ബി ഡി ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ? ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ? ഇത് ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആകുമ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ? ആണല്ലോ. അത് ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് എന്തായിരിക്കും പ്രത്യേകത? ബേസ് ആംഗിൾസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ആർ ഈക്വൽ. അതുകൊണ്ട് എക്സും വൈയും ഇനി ഇല്ല, പിന്നെ എന്തേ ഉള്ളൂ? രണ്ടും എക്സ്. ബോത്ത് ആർ ഈക്വൽ. എക്സ് ആണ്, രണ്ടും എക്സ്. എക്സും വൈയും പറയുന്നില്ല, ബോത്ത് ആംഗിൾസ് ആർ എക്സ്. അപ്പൊ ഇത് രണ്ടും എക്സ് ആണെങ്കിൽ ഇവിടെ വരാം. ഇത് രണ്ടും എന്താ? സെയിം എക്സ്. ഓക്കെ, അപ്പൊ ഇത് 180 മൈനസ് എക്സ്, ഇതും 180 മൈനസ് എക്സ്. ഉണ്ടോ? മനസ്സിലായല്ലോ? ഐസോസെലസ് ട്രയാങ്കിളിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പൊ ഇത് എക്സ്, ഇത് എക്സ്, ഇത് എക്സ്, ഇത് എക്സ്, ഇത് 180 മൈനസ് 180 മൈനസ് എക്സ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി ഡി സി ഇസ് ആൻ ഐസോസെലസ് ട്രപ്പീസിയം എന്നാണ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലും പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐസോസെലസ് ട്രപ്പീസിയം പറഞ്ഞു. എന്തൊക്കെയാണ് ഐസോസെലസ് ട്രപ്പീസിയത്തിന്റെ പ്രോപ്പർട്ടീസ്? എന്താണ്? സം ഓഫ് ആംഗിൾസ് ബിറ്റ്വീൻ നോൺ പാരലൽ സൈഡ്സ് ഈസ് 180 ഡിഗ്രി. പാരലൽ അല്ലാത്ത രണ്ട് വശങ്ങളുടെ ഇടയിലുള്ള ആംഗിൾസ്, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമെന്ന് അല്ലേ? കിട്ടുമല്ലോ. അതൊരു പ്രോപ്പർട്ടിയാണ്. ആംഗിൾ സിയും ആംഗിൾ ഡിയും കൂടെ പ്ലസ് ചെയ്താൽ എക്സും 180 മൈനസ് എക്സും കൂടെ പ്ലസ് ചെയ്താൽ 180. ഏതില്? ഇൻ എ ബി ഡി സി. ഇൻ എ ബി ഡി സി എന്ന് പറയുന്ന എന്തില്? ക്വാഡ്രിലാറ്ററല്. എന്ന ക്വാഡ്രിലാറ്ററൽ, ആദ്യം ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ട്രപ്പീസിയത്തിലേക്ക് പ്രൂവ് ചെയ്യാണ്. എന്ന ക്വാഡ്രിലാറ്ററല് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി, ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി എത്ര കിട്ടി? 180 കിട്ടി. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബിയും അതുപോലെ തന്നെ 180 തന്നെ കിട്ടും. അതുകൊണ്ട് മാത്രമല്ല, ഇത് ആംഗിൾ ഇൻ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ, ഏതൊക്കെ? ഇതും ഈക്വൽ ആണ്. അതും ഒരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് എ ബി ഡി സി ഈസ് ആൻ ഐസോസെലസ് ട്രപ്പീസിയം. കണ്ടോ? അപ്പോ എന്തുകൊണ്ടാണ് ഐസോസെലസ് ട്രപ്പീസിയം ആയത്? ഐസോസെലസ് ട്രപ്പീസിയന്റെ രണ്ട് പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ മതി. പ്രോപ്പർട്ടീസ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഒന്നുകൂടി പറഞ്ഞാണ്, വീണ്ടും ഒന്നുകൂടി പ്രാവശ്യം കൂടി പറഞ്ഞു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. ദെൻ ഇനി തേർഡ് പ്രോബ്ലം എന്താണ്? പ്രൂവ് ദാറ്റ് പി എ ഇൻറ്റു പി ബി ഈക്വൽസ് പി സി ഇൻറ്റു പി ഡി. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അത് ഏത് ട്രയാങ്കിളിന്റെയും കാര്യമാണ്. ഇതില് നേരത്തെ പറഞ്ഞ ആദ്യത്തെ കാര്യത്തിലേക്ക് തന്നെ വരാം. ഇത് ഐസോസെലസ് ഒന്നും ഇല്ല. അല്ലാതെ പി എ ഇൻറ്റു പി ബി, പി സി ഇൻറ്റു പി ഡി എന്ന് പ്രൂവ് ചെയ്യാൻ എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരുന്നു. നമ്മൾ എക്സ് എടുത്തപ്പോൾ ഇത് 180 മൈനസ് എക്സ്, ഇത് വൈ എന്നെടുത്തു, ഇത് 180 മൈനസ് വൈ, ഇത് വൈ വന്നു, ഇത് എക്സ് വന്നു എന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോ ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ, ആംഗിൾസ് ഈക്വൽ എന്ന് പറഞ്ഞില്ലേ? ട്രയാങ്കിൾ എ പി സി ഒന്നാമത് പറഞ്ഞത്, ട്രയാങ്കിൾ പി ബി ഡി, ഈ രണ്ട് ട്രയാങ്കിളിലും കൺസിഡർ ചെയ്താൽ, കൺസിഡർ ട്രയാങ്കിൾ എ പി സി ആൻഡ് ട്രയാങ്കിൾ പി ബി ഡി, ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്താൽ രണ്ടിലും ആംഗിൾ
പി ഈസ് ഈക്വൽ ടു ആംഗിൾ പി. രണ്ടിലും ആംഗിൾ പി തന്നെയാണ്. ചെറുതിലും വലുതിലായാലും ആംഗിൾ പിയുടെ അളവ് സെയിം തന്നെയാണ്. ഇനി ആംഗിൾ പി ഡി ബി is equal to PDB is equal to ഏതാണ്? PAC. ആംഗിൾ PAC. കണ്ടോ? ഈ ആംഗിളുമാണ് ഈക്വൽ. ഈ ട്രയാംഗിളിലെ ഡിയും ഈ വലിയ ട്രയാംഗിളിലെ എയും ഈക്വൽ ആണ്. Therefore, these two triangles are similar. രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആകാനുള്ള ബെസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഇഫ് ടു ആംഗിൾസ് ഓഫ് ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ ദെൻ ദ ട്രയാംഗിൾസ് ആർ സിമിലർ. അപ്പോൾ രണ്ട് ട്രയാംഗിൾസ് സിമിലർ എന്ന് എപ്പോഴെങ്കിലും പറയേണ്ട ആവശ്യം വരികയാണെങ്കിൽ രണ്ട് ട്രയാംഗിളിന്റെയും രണ്ട് ആംഗിൾസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പൊ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ട്രയാംഗിൾ പി ബി ഡിയും പി സി എയും സിമിലർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഇത് രണ്ടിലും ഉണ്ട്, കോമൺ ആണ്. കൂടാതെ ഈ ആംഗിളും ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആണ്. അതുകൊണ്ട് ദീസ് ടു ട്രയാംഗിൾസ് ആർ സിമിലർ. ഏതൊക്കെ? ട്രയാംഗിൾ ഇത് PAC സിമിലർ ടു ട്രയാംഗിൾ P. ഇനി രണ്ടാമത്തെ അക്ഷരം A ആണ്. എക്ക് തുല്യം ഏതാണ്? D ആണ്. കണ്ടോ? PD. മൂന്നാമത്തെ അക്ഷരം B ആണ്, C ആണ്. അതിന് തുല്യം B ആണ്. PD. കണ്ടോ? ഇതിന് റീസൺ എ സിമിലാരിറ്റി തിയറം എന്ന് പറയാം. ആംഗിൾ സിമിലാരിറ്റി കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് ട്രയാംഗിൾസ് സിമിലർ ആണ്. ഇഫ് ടു ട്രയാംഗിൾസ് ആർ സിമിലർ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ പ്രൊപ്പോർഷൻ. 9th പഠിച്ചിട്ടുള്ളതാണ്. ഇഫ് ടു ട്രയാംഗിൾസ് ആർ സിമിലർ ദെൻ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ പ്രൊപ്പോർഷൻ. ഇവിടെ കറസ്പോണ്ടിങ് സൈഡ്സ് PA ബൈ ഇവിടെ PD ഈസ് ഈക്വൽ ടു ഫസ്റ്റും തേർഡും PB ബൈ ഫസ്റ്റും തേർഡും PC ബൈ PB. കണ്ടോ? PA ബൈ PB is equal to PC ബൈ PB. കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സ് പ്രൊപ്പോർഷനിലാണ്. അങ്ങനെ തന്നെ എഴുതണേ. ട്രയാംഗിൾസിന്റെ പേര് എഴുതുമ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഒരേപോലെ വരത്തക്ക വിധത്തിൽ വേണം എഴുതാൻ. PDB എന്നും അതിനനുസരിച്ചുള്ള ട്രയാംഗിൾ തന്നെ എഴുതണം. അപ്പോൾ PAC സിമിലർ ടു PDB. ഫസ്റ്റ് ടു ലെറ്റേഴ്സ് അതാണ് ഒരു പെയർ ഓഫ് കറസ്പോണ്ടിങ് സൈഡ്സ് is equal to PC by PB. Then cross multiplying PA into PB is equal to PC into PD. നമ്മൾ പ്രൂവ് ചെയ്തു. PA into PB is equal to PC into PD എന്ന് പ്രൂവ് ചെയ്തു. കണ്ടോ? അപ്പൊ ഇത് ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാം. ഇതേ രീതിയിൽ തന്നെയാണ് അടുത്ത രണ്ട് പ്രൂഫുകളൊക്കെ പോകുന്നത്. ഈ പ്രൂഫുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന തത്വങ്ങളും പ്രൂഫിൽ നിന്ന് കണ്ടുപിടിച്ച കാര്യങ്ങളും നമുക്ക് പരീക്ഷയ്ക്ക് പല സ്ഥലങ്ങളിലും ആവശ്യം വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.